നമ്മുടെയെല്ലാം വീടുകളിൽ മിക്കവാറും കാണുന്ന പാം ഓയിലിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ. മിക്കവാറും എല്ലാ ഫാറ്റ് ഉൽപ്പന്നങ്ങളുടെയും ചേരുവകളിൽ പാം ഓയിലിനെക്കുറിച്ച് പരാമർശിക്കാറുണ്ട്. എന്നാൽ ഈ പാം ഓയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇത് നിങ്ങൾ വിചാരിക്കും പോലെ അത്ര എളുപ്പമുള്ള പ്രോസസ്സ് അല്ല. ഇന്നത്തെ ഈ വീഡിയോയിൽ ഇതിന്റെ മുഴുവൻ പ്രോസസ്സും നമുക്ക് വിശദമായി കാണാം. കൂടാതെ ഈ വീഡിയോയുടെ അവസാനം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്ന പ്രോസസ്സും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. പാം ഓയിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത് പനമരങ്ങളിൽ നിന്നാണ്. ഈ മരങ്ങൾ വളരെ ഉയരത്തിലാണ് കാണപ്പെടുക. ഈ ഉയരമുള്ള മരങ്ങളിൽ നിന്ന് പഴങ്ങൾ ശേഖരിക്കാൻ പ്രത്യേക രീതിയിലുള്ള റോഡ്സ് അല്ലെങ്കിൽ വലിയ വടികളാണ് ഉപയോഗിക്കുന്നത്. ഇനി ഈ പഴം മുറിച്ചാൽ ഉള്ളിലൊരു കുരു കാണാം. ഇതിനെ പാം നട്ട് എന്ന് വിളിക്കുന്നു. ഇവ വെളുത്ത നിറത്തിലാണ് കാണപ്പെടുക. കുരുവിന് ചുറ്റുമുള്ള പുറന്തോടിനെ മെസോകാർപ്പ് എന്നും പറയുന്നു. ഇനി മരങ്ങളിൽ നിന്ന് പഴങ്ങൾ പറിച്ചെടുത്ത് ഒരു ട്രാക്ടറിൽ കയറ്റുന്നു. ഈ മുഴുവൻ ഘട്ടത്തെയും ഹാർവെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. നീളമുള്ള വടികൾ അല്ലാതെ മറ്റു പല രീതിയിലും ചില സമയങ്ങളിൽ ഈ പാം ഫ്രൂട്ടുകൾ പറിച്ചെടുക്കാറുണ്ട്. ഒരു പാം ട്രീക്ക് ഓരോ വർഷവും ഏകദേശം 15 മുതൽ 20 കിലോഗ്രാം വരെ പാം ഫ്രൂട്ടുകൾ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. ഒരു മരത്തിന് ഏകദേശം 27 മുതൽ 32 വർഷം വരെ പാം ഓയിൽ നൽകാനും സാധിക്കാറുണ്ട്. ചില സമയങ്ങളിൽ പഴങ്ങൾ വേഗത്തിൽ മുറിച്ചെടുക്കാനും ശേഖരിക്കാനും ട്രക്കുകളിൽ കയറ്റാനുമൊക്കെ ട്രോളിയും നെറ്റുമൊക്കെ ഉപയോഗിക്കുന്നതും കാണാറുണ്ട്. ശേഷം ഈ പാം ഫ്രൂട്ടുകളെ മുഴുവൻ ഫാക്ടറിയിൽ എത്തിക്കുകയാണ് ചെയ്യുക. അവിടെയാണ് യഥാർത്ഥ പാം ഓയിൽ ഉൽപ്പാദനം ആരംഭിക്കുന്നത്. ഫാക്ടറിയിലെത്തിയ പാം ഫ്രൂട്ട്സ് ഒരിടത്ത് അൺലോഡ് ചെയ്ത ശേഷം ഒരു ഫ്രണ്ട് ലോഡർ പഴങ്ങൾ ശേഖരിച്ച് ഫാക്ടറിയുടെ ഉള്ളിലേക്ക് മാറ്റുന്നു. അതിനുള്ളിൽ കൺവെയർ ബെൽറ്റും ബോക്സ് ആകൃതിയിലുള്ള കണ്ടെയ്നറുകളുമുള്ള ഒരു മെഷീനുണ്ട്. അവിടെ എത്തിച്ച പാം ഫ്രൂട്ടുകളെ ഈ ബോക്സുകളിൽ വെച്ച് ഉള്ളിലേക്ക് കയറ്റിവിടുകയാണ് പിന്നീട് ചെയ്യുക. ഇവയെ കൺവെയർ ബോക്സുകൾ എന്ന് വിളിക്കുന്നു. ഇനി അടുത്ത പ്രോസസ്സ് ഇതോടെ ആരംഭിക്കുന്നു. ഇതിനെ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് അഥവാ അണുവിമുക്തീകരണം എന്ന് പറയുന്നു. പാം ഫ്രൂട്ട്സ് ഒരു സ്റ്റെറിലൈസേഷൻ ചേംബറിൽ വയ്ക്കുകയാണ് ചെയ്യുക. ഈ ചേംബറിൽ ഉയർന്ന മർദ്ദത്തിലുള്ള ആവി ഈ പാം ഫ്രൂട്ടുകളിലെ അണുക്കളെയോ ബാക്ടീരിയകളെയോ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു. ചേംബറിന് 140 മുതൽ 150 ഡിഗ്രി സെൽഷ്യസ് വരെ ചൂടുണ്ടാകും. മുൻപേ സൂചിപ്പിച്ചതുപോലെ ഈ പഴത്തിലെ എല്ലാ എൻസൈമുകളെയും ബാക്ടീരിയകളെയും ഫംഗസുകളെയും നശിപ്പിക്കുക എന്നതാണ് ഇതുകൊണ്ട് ചെയ്യുന്നത്. അതിനുശേഷം പാം ഫ്രൂട്ടുകൾ മറ്റൊരു ക്ലീനിംഗ് പ്രോസസ്സിലേക്ക് കടക്കുകയാണ് ചെയ്യുക. ഇവിടെ ഈ പഴങ്ങളെ തിളപ്പിച്ച് സൂക്ഷ്മാണുക്കളെ നീക്കം ചെയ്യുന്നു. അങ്ങനെ ഈ തിളപ്പിച്ച പഴങ്ങൾ പിന്നീടൊരു കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് എക്സ്ട്രാക്ഷൻ പ്ലാന്റിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. പാം ഓയിൽ നിർമ്മിക്കുക എന്നത് അത്ര എളുപ്പമുള്ള ജോലിയല്ല എന്നുള്ളതാണ് സത്യം. ഇനി ഈ തിളപ്പിച്ച പാം ഫ്രൂട്ടുകൾ സ്ട്രിപ്പർ എന്ന് പറയുന്ന ഒരു യൂണിറ്റിലെത്തിക്കുന്നു. ഈ യന്ത്രം വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്ത് പാം ഫ്രൂട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത ചില്ലകളൊക്കെ നീക്കം ചെയ്യുകയാണ് ചെയ്യുക. തുടർന്ന് ഈ പഴങ്ങൾ കൺവെയർ ബെൽറ്റിലൂടെ മൂവ് ചെയ്ത് ഒരു ഡൈജസ്റ്റർ മെഷീനിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. ഈ മെഷീനാണ് പാം ഫ്രൂട്ടിനെ സോഫ്റ്റ് ആക്കി മാറ്റുന്നത്. ഡൈജസ്റ്റർ മെഷീനിന്റെ ഉള്ളിൽ വെച്ച് ഈ പഴങ്ങൾ ഇത്തരത്തിലാണ് ക്രഷ് ആകുന്നത്. അങ്ങനെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പാം ഫ്രൂട്ടുകൾ പൂർണ്ണമായും ഉടഞ്ഞതായി മാറുന്നു. ഇനി ഈ ഉടച്ച പഴങ്ങളെ ഒരു പ്രസ്സിംഗ് മെഷീനിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ഇത് പാം ഓയിൽ നിർമ്മാണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണെന്ന് തന്നെ പറയാം. കാരണം ഈ പ്രോസസ്സിലാണ് പാം ഓയിൽ വേർതിരിച്ചെടുക്കുന്നത്. ഈ പ്രസ്സിംഗ് മെഷീൻ ആദ്യം ഈ പാം ഫ്രൂട്ടിലെ നാരും ഓയിലും വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഒരു വശത്ത് ഫൈബർ പുറത്തേക്ക് വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മറുവശത്ത് പഴത്തിൽ നിന്ന് ഓയിലും വേർതിരിക്കുന്നത് കാണാം. അങ്ങനെ പുറത്തേക്ക് വരുന്ന ഈ ഓയിൽ ഒരു റിസപ്ഷൻ ടാങ്കിൽ ശേഖരിക്കുകയാണ് ചെയ്യുക. ഇവിടെ വച്ച് ഇത് നേർപ്പിച്ച അഥവാ ഡൈല്യൂട്ടഡ് ക്രൂഡ് ഓയിലായി മാറുന്നു. ഈ ഡൈല്യൂട്ടഡ് ക്രൂഡ് പാം ഓയിൽ പിന്നീട് തണുത്ത ഒരു സ്റ്റോറേജ് റൂമിൽ സൂക്ഷിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ ഈ ഓയിൽ ഇത്തരത്തിലുള്ള നല്ല സോളിഡ് രൂപത്തിലോട്ട് മാറിയിട്ടുണ്ടാകും. പിന്നീട് ഈ ഓയിൽ ബ്ലോക്കുകൾ ഒരു ക്ലാരിഫിക്കേഷൻ മെഷീനിലേക്ക് അയക്കുന്നു. ഈ മെഷീനിൽ ഓരോ ബ്ലോക്കുകൾ ഇട്ട് തിരികെ ഇവയെ ലിക്വിഡ് ഓയിലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന പാം ഓയിൽ. മെഷീനിൽ ഓയിൽ പുറത്തു വരുന്നതിന് മുൻപ് അവ വൃത്തിയാക്കാൻ പ്യൂരിഫയറുകളും ഉപയോഗിക്കാറുണ്ട്. ഈ ലാസ്റ്റ് പ്രോസസ്സിന് ശേഷം ഈ ക്രൂഡ് ഓയിൽ കുപ്പികളിൽ നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഏകദേശം 5500 വർഷങ്ങൾക്ക് മുൻപ് തന്നെ മനുഷ്യർ പാം ഓയിൽ ഉപയോഗിച്ചിരുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. 1800കളുടെ അന്ത്യത്തിൽ അബീഡോസിലെ ശവക്കുഴിയിൽ നിന്ന് പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയ പാം ഓയിലിന് 3000 BC വരെ പഴക്കമുള്ളതായി കണ്ടെത്തിയിരുന്നു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പാം ഓയിൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യമെന്ന് പറയുന്നത് ഇന്തോനേഷ്യയും രണ്ടാം സ്ഥാനം മലേഷ്യയ്ക്കുമാണ്. ഈ ഇന്തോനേഷ്യയും മലേഷ്യയുമാണ് ലോകത്തിലെ 85% പാം ഓയിൽ ഉൽപ്പാദനവും നടത്തുന്നത്.
2025-26 വർഷത്തിൽ ഗ്ലോബൽ പാം ഓയിൽ മാർക്കറ്റിന്റെ ടോട്ടൽ വാല്യൂ എന്ന് പറയുന്നത് 70 മുതൽ 75 ബില്യൺ $, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപ 7 ലക്ഷം കോടിയിലധികമാണ് എന്നാണ് കണക്കുകൾ പറയുന്നത്. അപ്പോൾ പാം ഓയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നതെന്നും അതിന്റെ മറ്റു ചില ഫാക്റ്റുകളും നമ്മൾ മനസ്സിലാക്കിയല്ലോ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പീനട്ട് ഓയിൽ അഥവാ നിലക്കടല ഉപയോഗിച്ചുള്ള ഓയിൽ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്നാണ്. ഇതിനെ ഗ്രൗണ്ട്നട്ട് ഓയിൽ എന്നും പറയാറുണ്ട്. ഇതുണ്ടാക്കാൻ നിലക്കടല ഫാക്ടറിയിലേക്ക് കൊണ്ടുവന്ന് സൂക്ഷിക്കുകയാണ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഫാക്ടറിയിൽ ഒരു വർഷം 2 ലക്ഷം ലിറ്ററിലധികം ഗ്രൗണ്ട്നട്ട് ഓയിലുകൾ ഉണ്ടാക്കാറുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന പീനട്ടിൽ അധികം ഈർപ്പമില്ലെന്ന് ഉറപ്പാക്കുന്നതാണ് ആദ്യഘട്ടം. ഇത് നല്ല ക്വാളിറ്റിയുള്ള ഓയിൽ ഉണ്ടാക്കാൻ അനിവാര്യമാണ്. ഇതിനായി ആദ്യം നിലക്കടല ഒരു ഓട്ടോമാറ്റിക് ത്രഷർ മെഷീനിലേക്ക് കടത്തിവിടുകയാണ് ചെയ്യുക. ഈ മെഷീൻ നിലക്കടലയിലെ കടലയെ തോടിൽ നിന്നും വേർതിരിക്കുന്നു. കൈകൊണ്ട് ഇവയെ വേർപെടുത്തുന്നതിനേക്കാൾ സമയലാഭം ഇതിലൂടെ ലഭിക്കും. ഇപ്പോൾ വേർതിരിച്ച നിലക്കടല ഒരു ഓയിൽ പ്രസ് മെഷീനിലേക്ക് അയക്കുന്നു. ഇവിടെ നിലക്കടലയുടെ വിത്തുകളും ചില തോടുകളും ഒരുമിച്ചിടുന്നു. കാരണം നിലക്കടലയുടെ തോടുകളിലും പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. കുറഞ്ഞ സമയത്തിനുള്ളിൽ മെഷീനിൽ നിന്ന് ഓയിൽ പുറത്തേക്ക് വരാൻ തുടങ്ങുന്നു. എന്നാൽ ഈ ഓയിൽ ഇപ്പോഴും ഉപയോഗിക്കാൻ തയ്യാറായിട്ടില്ല. അതിനാൽ തന്നെ ഇതൊരു സ്റ്റോറേജ് റൂമിലേക്ക് അയക്കുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഒരു വശത്ത് ഓയിൽ പുറത്തേക്ക് വരികയും മറുവശത്ത് കുറച്ചുകൂടി ഓയിൽ അടങ്ങിയ വേസ്റ്റുകൾ പുറത്തേക്ക് വരികയുമാണ് ചെയ്യുക. ഈ വേസ്റ്റിൽ നിന്നും ബാക്കിയുള്ള ഓയിൽ കൂടി വേർതിരിച്ചെടുക്കാൻ ഈ ബൈ പ്രോഡക്റ്റ് വേസ്റ്റുകൾ ഒരു കൺവെയർ ബെൽറ്റ് ഉപയോഗിച്ച് മറ്റൊരു ഓയിൽ പ്രസ് മെഷീനിലേക്ക് അയക്കും. അങ്ങനെ അതിലെ ഓരോ തുള്ളി ഓയിലും പുറത്തെടുക്കുകയാണ് ചെയ്യുക. ശേഷം ഈ ഓയിലിനെ ഫിൽട്ടർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. 2 തവണ ഇത്തരത്തിൽ ഫിൽട്ടർ ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ് ഇതിനെ ഡ്യുവൽ ഫിൽട്ടർ ഗ്രൗണ്ട്നട്ട് ഓയിൽ എന്ന് വിളിക്കുന്നത്. ഈ മെഷീനിൽ ഓയിൽ പുറത്തെടുക്കാൻ ടാപ്പുകൾ ഉപയോഗിക്കുന്നു. ഈ ഫിൽട്ടർ പ്രക്രിയയിൽ കെമിക്കലുകൾ സാധാരണയായി ഉപയോഗിക്കാറില്ല. ഓയിൽ ഫിൽട്ടർ ചെയ്യാൻ കോട്ടൺ തുണി മാത്രമാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൗണ്ട്നട്ട് ഓയിൽ പുറത്തേക്ക് വരുന്നു. ശേഷം പാക്കേജിംഗ് പ്രക്രിയകൾ ആരംഭിക്കുന്നു. ഇതിനായി ഇതുപോലെയുള്ള കണ്ടെയ്നറുകളാണ് ഉപയോഗിക്കുന്നത്. ശേഷം ഓയിൽ ശ്രദ്ധാപൂർവം കണ്ടെയ്നറുകളിൽ നിറയ്ക്കുന്നു. ഇത്തരത്തിലുള്ള ഫാക്ടറിയിൽ വ്യത്യസ്ത തലത്തിലും വ്യത്യസ്ത വലിപ്പത്തിലുമുള്ള കണ്ടെയ്നറുകൾ ഉണ്ടായിരിക്കും. പാക്കേജിംഗ് കഴിഞ്ഞാൽ കുപ്പികൾ വിൽക്കാൻ മാർക്കറ്റുകളിലേക്ക് അയക്കുന്നു. അപ്പോൾ നമ്മുടെ അടുക്കളയിലെ ഈ നിശബ്ദ സാന്നിധ്യങ്ങൾ ഫാക്ടറികളിലെ വലിയ യന്ത്രങ്ങൾക്കുള്ളിലൂടെ എങ്ങനെയൊക്കെയാണ് കടന്നുവരുന്നതെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. പാം ഓയിലിൻ്റെയും നിലക്കടലെണ്ണയുടെയും ഈ ഇൻട്രസ്റ്റിംഗ് യാത്രയെക്കുറിച്ച് ഇനിയും എന്തെങ്കിലും സംശയങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒരു കുറിപ്പിട്ടോളൂ. ഞങ്ങൾ മറുപടി നൽകാം. ഈ വീഡിയോ നിങ്ങൾക്ക് പുതിയൊരു അറിവ് നൽകിയെങ്കിൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള ഫാക്ടറി രഹസ്യങ്ങൾ ഇനിയും തേടിപ്പിടിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കോളൂ. അപ്പോൾ ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ പറക്കട്ടെ പ്രകാശം.